മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ പ്രതാപനും ഉണ്ണിക്കൊക്കെ നല്ല 8ന്റെ പണി കിട്ടുന്ന എപ്പിസോഡുകൾ തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. കാരണം വേറൊന്നുമല്ല, നമ്മളുടെ ഉണ്ണിയാണെങ്കിൽ കണ്ണൻ്റെ ഓഫീസിൽ എങ്ങനെയെങ്കിലും കയറി പറ്റണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് കണ്ണൻ്റെ ഓഫീസിൽ ചെന്നിട്ട് ഇനി മുതൽ കണ്ണേട്ടൻ്റെ ക്യാബിനിൽ ഞാനും ഉണ്ടാവും, നീ അതിനെ ചോദ്യം ചെയ്യാൻ വരണ്ട എന്നൊക്കെ ഈ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്. ആ സമയത്ത് മഹാലക്ഷ്മിക്കാണെങ്കിൽ ഈ ഉണ്ണിയോട് എന്ത് പറയണമെന്ന് അറിയാതെ മഹാലക്ഷ്മി ഒന്നും മിണ്ടാതെ നിൽക്കുന്ന സമയത്ത് ഉണ്ണി വേഗം തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് കണ്ണനോട് എന്ന് പറയുന്നുണ്ട്, ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ണേട്ടൻ്റെ ക്യാബിനിൽ തന്നെ ഉണ്ടാവുമെന്ന്. അതവർക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, എന്തായാലും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി തന്നെ മഹാലക്ഷ്മിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും കണ്ണനാണെങ്കിൽ ഇപ്പോൾ അഭിനയത്തിലായതുകൊണ്ട് പ്രതികരിക്കാനൊന്നും പറ്റാത്ത അവസ്ഥയിൽ തന്നെയാണ്. പിന്നീട് മഹാലക്ഷ്മി വന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, എന്തായാലും താൻ സമാധാനമായിട്ടിരിക്കുക, അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആത്മഹത്യ ചെയ്യണതാണ് നല്ലത്, എന്തായാലും അനന്തൂനെയും കൊണ്ട് ഞാൻ വിളിച്ച് സംസാരിപ്പിക്കാം, താൻ സമാധാനമായിട്ട് പോയിക്കുമെന്ന്. ആ സമയം മഹാലക്ഷ്മിയാണ് ഈ പറയുന്നുണ്ട്, എന്നാൽ നമുക്ക് ഉണ്ണിയെ ജ്വല്ലറിയിലേക്ക് മാറ്റിയാലോ എന്ന് ചോദിക്കുമ്പം കണ്ണൻ അപ്പം തന്നെ പറയുന്നുണ്ട്, ജ്വല്ലറിയിലേക്ക് വിട്ടാൽ അതും നമുക്ക് പണിയാവും, അവിടെയും അഴിമതി നടത്തും, എന്തായാലും ഇപ്പോൾ അവനെ എവിടെയും നിർത്താതിരിക്കണേ നല്ലത്, ഞാൻ അതിനൊരു മാർഗം കണ്ടിട്ടുണ്ട്, അനന്തൂനെ കൊണ്ട് ഞാൻ സംസാരിപ്പിച്ചോളാമെന്നും പറഞ്ഞ് കണ്ണനാണെങ്കിൽ അനന്തൂനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞതനുസരിച്ച് അനന്തു ഈ ഉണ്ണിയെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് ഉണ്ണി പറയുന്ന മറുപടികളെല്ലാം നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മി ലേഖ എല്ലാവരും കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഉണ്ണിക്ക് അറിയില്ല ഇവരുടെ ചുറ്റും ഈ കണ്ണനൊക്കെ ഉണ്ടെന്നുള്ള കാര്യം. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ അനന്തുവിനോടും വളരെ മോശമായി തന്നെ സംസാരിക്കുന്നുണ്ട്. മഹാലക്ഷ്മിയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ അനന്തു എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുമ്പം അനന്തുവിനും അത് കേട്ടിരിക്കണ ലേഖയ്ക്കും കണ്ണനും മഹാലക്ഷ്മിക്കൊക്കെ ഭയങ്കര ദേഷ്യമാവുന്നുണ്ടെങ്കിലും അനന്തു പറയുന്നുണ്ട്, ഒരു ദിവസം നീ അറിയും മഹാലക്ഷ്മിയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാന്ന്, അതുവരെയും നീ അതോർത്ത് ടെൻഷനാവണ്ട, അന്ന് നീ ഇപ്പോൾ എന്നോട് പറഞ്ഞതൊക്കെ ഓർത്ത് ഒരുപാട് സങ്കടപ്പെടും, അന്നാണ് ഞാൻ ഇതിനുള്ള തിരിച്ചടി എല്ലാം തരാൻ പോകുന്നത്, ഇപ്പം ഞാനൊന്നും പറയണില്ല, എന്തായാലും നീ കമലേശ്വരത്തെ ഒരു കമ്പനിയിലും കയറാൻ ഒക്കൂല, എല്ലാ കമ്പനിയിലും മഹാലക്ഷ്മിയാണ് തീരുമാനം എടുക്കണത്, ഇനിയിപ്പോൾ അവിടെ ഒരാളെ ജോലിക്ക് വെക്കണമെങ്കിലും മഹാലക്ഷ്മിയുടെ അനുവാദം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നീ അതുകൊണ്ട് ഇനി മേലിൽ ഫൈനാൻസിലേക്കോ കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്കോ ഒന്നും വരാൻ പാടില്ല, അതിൻ്റെ പടി നീ ചവിട്ടിയാൽ നീ വിവരം അറിയും, നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും, ഞങ്ങൾ നിയമപരമായി തന്നെ നേരിടുമെന്ന് പറയുമ്പോൾ ഉണ്ണി ചോദിക്കുന്നുണ്ട്, ഇയാൾ എന്തൊരു സുഹൃത്താ, കണ്ണേട്ടൻ്റെ ആത്മാർത്ഥ സുഹൃത്തല്ലായിരുന്നോ, എന്നിട്ടിപ്പോൾ ഇയാൾ അവൾക്ക് വേണ്ടിയാണല്ലോ സംസാരിക്കണത്, എന്തായാലും ഞാൻ കണ്ണോട്ടനോട് പറഞ്ഞ് കാര്യങ്ങൾ തീരുമാനിച്ചോളാന്ന്. അങ്ങനെ ഈ ഉണ്ണിയാണെങ്കിൽ ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് കരുണ ചോദിക്കുന്നുണ്ട്, ഉണ്ണിയേട്ടൻ എന്തിനാ ഇത്രയും നേരം അയാളുടെ സംസാരം കേട്ടുകൊണ്ടിരുന്നത്, അയാൾ പറയുന്ന കാര്യം കേട്ടപ്പോൾ തന്നെ ഉണ്ണിയേട്ടന് ഫോൺ കട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. ആ സമയത്ത് ഉണ്ണിക്കാണെങ്കിൽ ആകെ സംശയമാവുന്നുണ്ട്. കാരണം കണ്ണൻ്റെ ആത്മാർത്ഥ സുഹൃത്തായിട്ടുള്ള ഈ അനന്തു ഈ മഹാലക്ഷ്മിക്ക് വേണ്ടി സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്, ഇനിയിപ്പോൾ പഴയതുപോലെ തന്നെ കണ്ണേട്ടനും എല്ലാവരും ചേർന്ന് തങ്ങളെ പറ്റിക്കുവാണോ, ആ ഒരു സംശയം കരുണയോട് പറയുന്നുണ്ട്. കാരണം ഇവർ പറ്റിക്കുവാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, നമ്മൾ പല പ്രാവശ്യം മണ്ടന്മാരായിട്ടുണ്ട്, ഇനിയും നമ്മളതുപോലെ മണ്ടരാവരുത്, എന്തായാലും നമ്മളൊന്ന് ശ്രദ്ധിച്ച് വേണം ഇനി മുന്നോട്ട് പോകാൻ. ഇപ്പോൾ കണ്ണേട്ടൻ്റെ ആത്മാർത്ഥ സുഹൃത്തായിട്ടുള്ള അനന്തുവേട്ടൻ മഹാലക്ഷ്മി കണ്ണേട്ടനെ ചതിച്ചു എന്ന് അറിഞ്ഞിട്ടും അവളുടെ കൂടെ തന്നെയാണ് നിൽക്കണേ, അത് എന്തുകൊണ്ടാണെന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, അതൊന്നും ഉണ്ടാവില്ല, അതല്ല കരുണ, ഞാൻ കണ്ണേട്ടൻ്റെ ക്യാബിനിലേക്ക് ചെല്ലണ സമയത്ത് മഹാലക്ഷ്മി അവിടെ നിന്ന് ഇറങ്ങി വരുന്നതാണ് കണ്ടത്, അവരെന്തിനാ കണ്ണേട്ടൻ്റെ ക്യാബിനിൽ പോയത്, എന്നെ കണ്ടതും കണ്ണേട്ടൻ അവരോട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ കണ്ണേട്ടൻ്റെ അഭിനയമാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ആവില്ല ഉണ്ണിയേട്ടാ, എന്തായാലും കണ്ണേട്ടനൊരു അച്ഛനാവാൻ കഴിയില്ല എന്ന് നമുക്ക് 100% ഉറപ്പുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ കണ്ണേട്ടനെ വഞ്ചിച്ച അവളുമായിട്ട് ഒരിക്കലും കണ്ണേട്ടന് യോജിച്ചു പോകാൻ പറ്റില്ല, കണ്ണേട്ടന് ഏറ്റവും കൂടുതൽ ശത്രുതയുള്ളത് ഇപ്പോൾ അവളോടായിരിക്കും. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, ഞാൻ എല്ലാം കൂടി ആലോചിച്ച് നോക്കിയിട്ട് എനിക്കതിൽ എന്തൊക്കെയോ ഒരു സംശയം തോന്നുന്നുണ്ട്, കാരണം എന്തായാലും നമുക്ക് ഇനിയും പറ്റിക്കപ്പെടാൻ പറ്റില്ല, അതുകൊണ്ട് എപ്പോഴും അവരുടെ കാര്യത്തിലൊരു ശ്രദ്ധ വേണമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനെയൊക്കെയാണ്. കണ്ണനാണെങ്കിൽ അനന്തുവിനോട് പറയുന്നുണ്ട്, എന്തായാലും ഈ പ്രാവശ്യം നമ്മൾ രക്ഷപ്പെട്ടു, ഇനി അവൻ ഫൈനാൻസിലേക്കെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നീ വന്ന് അവനെ അവിടെ നിന്ന് ഇറക്കി വിട്ടാൽ മതി, പിന്നെ മഹാലക്ഷ്മി ആണെങ്കിലും അവനോട് ഇപ്പം സംസാരിച്ചതുപോലെ തന്നെ കടുപ്പിച്ച് തന്നെ കാര്യങ്ങൾ പറയുക, ഒരിക്കലും സോഫ്റ്റായിട്ടൊന്നും അവനോട് സംസാരിക്കരുത്, അവനെങ്ങാനും ഓഫീസിൽ വന്ന് എൻ്റെ ക്യാബിനിൽ കയറിയിരുന്നാൽ പിന്നെ എനിക്ക് മഹിയെ കാണാനോ സംസാരിക്കാനോ ഒന്നും പറ്റില്ല, അതുമാത്രമല്ല എനിക്കൊന്ന് സ്വാതന്ത്ര്യമായിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റില്ല, അവന് മറച്ചു വേണം എനിക്കെല്ലാം ചെയ്യാൻ, അതൊരിക്കലും നടക്കണ കാര്യമല്ല. ആ സമയത്ത് അനന്തുവും ലേഹയും മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, മഹി എന്തായാലും ഇന്നെടുത്ത ആ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നാൽ മതി, അവൻ മഹിയോട് എന്തെങ്കിലും പറയാൻ വന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അവനോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പറയണം, അതിന് വേറെ ഒരു മനസാക്ഷിയും വിചാരിക്കേണ്ട കാര്യമില്ല എന്ന്.
പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മാർക്കോയാണ്. മാർക്കോ തോമസ് ഡോക്ടറുടെ ആസ്പത്രിയിലേക്ക് വരുന്നുണ്ട്. അവിടെ വെച്ച് സാഗറിനെ കാണുമ്പോൾ സാഗർ വേഗം തന്നെ മാർക്കോയാണല്ലോ വരണേന്ന് പറഞ്ഞ് മാർക്കോയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് എന്താ മാർക്കോ, നീ ഇപ്പം എന്താ ഇവിടെ വന്നേന്ന് ചോദിക്കുമ്പം ഇവിടെ രണ്ടെണ്ണങ്ങൾ കിടക്കണില്ലേ ദുഷ്ടന്മാർ, ആ പ്രതാപനും പ്രതാപൻ്റെ അമ്മയും, അവരെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേന്ന്. ആ സമയത്ത് സാഗർ ചോദിക്കുന്നുണ്ട്, നീ തല്ലിയല്ലേ അവരിവിടെ ആസ്പത്രിയിലായെന്ന് ചോദിക്കുമ്പം തല്ലുകൊണ്ടിട്ട് ആസ്പത്രിയിലായത്, പക്ഷേ ഞാൻ തല്ലിയിട്ടല്ല, അത് കണ്ണൻ സാറ് തന്നെയാണ് അവരെ കൈകാര്യം ചെയ്തതെന്ന്. അത് കേട്ടതും സാഗർ പറയുന്നുണ്ട്, ആണോ കണ്ണേട്ടനാണോ അങ്ങനെ ചെയ്തത്, എന്നാൽ നന്നായി ഉള്ളൂ, അയാൾക്ക് അല്ലെങ്കിൽ തന്നെ 2 തല്ലിൻ്റെ കുറവുണ്ടായിരുന്നു. ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട്, ഇപ്പം വേറൊരുത്തനും കൂടി തല പൊക്കി തുടങ്ങി, ആ ഉണ്ണി, അവനെയും കൈകാര്യം ചെയ്യേണ്ട സമയമായി എന്ന് പറയുമ്പം സാഗർ പറയുന്നുണ്ട്, അതെ ആ ഉണ്ണി മേഘനേക്കാളും വൃത്തികെട്ടവനാ, എന്ത് ചെയ്യാൻ പറ്റും, കണ്ണൻ സാറിൻ്റെ അനിയനായി പോയില്ലേ, ഇല്ലെങ്കിൽ ഞാൻ തന്നെ അവനെ പിടിച്ച് കൈകാര്യം ചെയ്തേനേന്ന്. ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട്, എന്തായാലും വരട്ടെ, അവൻ എവിടം വരെ പോകുമെന്ന് നോക്കട്ടെ, അതിനുശേഷം അവനക്കുള്ള പണി കൊടുക്കാം, ഇപ്പം ഞാൻ പോയി ആ പ്രതാപനെയും പ്രതാപൻ്റെ തള്ളേനെയും ഒന്ന് കണ്ടിട്ട് വരട്ടെയെന്നും പറഞ്ഞുകൊണ്ട് മാർക്കോ അകത്തേക്ക് പോകുന്നുണ്ട്. പോണ വഴിക്ക് തോമസ് ഡോക്ടറെ കാണുന്നുണ്ട്. തോമസ് ഡോക്ടർ, ആ മാർക്കോയോ നീ എന്താടാ ഇവിടെയെന്ന് ചോദിക്കുമ്പം ഇവിടെ 2 ജന്മങ്ങൾ വന്ന് കിടക്കണില്ലേ, അവരെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാ. ആ പ്രതാപനിപ്പോൾ എങ്ങനെയുണ്ട് സാറേന്ന് ചോദിക്കുമ്പം വലിയ കുഴപ്പമൊന്നുമില്ല, വേണമെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ വീട്ടിലേക്ക് പോകാം. എന്തായാലും പ്രതാപനെ തല്ലിയത് മാർക്കോയാന്ന് കരുതിയ പ്രതാപന് ഇരിക്കണേന്ന്. ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട്, അതെന്തായാലും അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, കണ്ണൻ സാറാ തല്ലിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ഇനിയും കണ്ണൻ സാറിന് അയാളെ തല്ലാനുള്ള അവസരം ഉണ്ടാവും. ഇപ്പം തന്നെ കണ്ണൻ സാറിൻ്റെ അനിയൻ ഉണ്ണിയില്ലേ, അവൻ കണ്ണൻ സാറിൻ്റെ ഓഫീസിലേക്ക് അധികാരം സ്ഥാപിക്കാനായിട്ട് ചെന്നു തുടങ്ങി, ഇനിയിപ്പോൾ നമുക്ക് കൈകാര്യം ചെയ്യേണ്ടത് അവനെ ആയിരിക്കുമെന്ന്. പിന്നീട് ഞാൻ എന്തായാലും അയാളെ ഒന്ന് കണ്ടിട്ട് വരട്ടെയെന്നും പറഞ്ഞ് പ്രതാപൻ്റെ റൂമിലോട്ട് പോകുന്നുണ്ട്. ഇതേ സമയം പ്രതാപനും പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ ഇങ്ങനെ റൂമിലിരുന്ന് സംസാരിക്കുന്നുണ്ട്. എന്നാലും ആ ഉണ്ണി നമ്മളെ ഒന്ന് കാണാൻ വന്നില്ലല്ലോ അമ്മയെന്ന്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അല്ലെങ്കിലും അവൻ വെറും ഉണ്ണിയല്ല, വെറും മണ്ണുണ്ണിയല്ലേ, അത് നിനക്ക് അറിയാവുന്നതല്ലേ, എന്നാലും നിനക്ക് എവിടെ നിന്ന് കിട്ടിയിടാ ഇവനെ, നമ്മളുടെ കുഞ്ഞിൻ്റെ ജീവിതം തകർന്നുല്ലോ എന്ന്. ഈ സമയത്താണ് ഡോറിൽ മുട്ടണ കേൾക്കണേ. അമ്മ ആരാന്ന് നോക്കിയെന്നും പറഞ്ഞ് പ്രതാപൻ്റെ അമ്മ ചെന്ന് ഡോറ് തുറക്കണതും മാർക്കോയെ കണ്ട് അവരാണെങ്കിൽ ആകെ പേടിക്കുന്നുണ്ട്. എന്നിട്ട് ഭയങ്കര സ്നേഹത്തോടുകൂടി, എന്താ മാർക്കോ മോനെ, നീ എന്താ ഇപ്പോൾ വന്നേന്ന് ചോദിക്കുമ്പോൾ, എന്നെ മോനേന്നൊന്നും പറഞ്ഞ് അങ്ങനെ സോപ്പിടാനൊന്നും നോക്കണ്ട, ഞാൻ നിങ്ങളുടെ മോനെയും കാണാൻ വേണ്ടി വന്നതാ എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോയാണെങ്കിൽ റൂമിലോട്ട് കയറുന്നുണ്ട്. മാർക്കോ വന്നതും പ്രതാപനാണെങ്കിൽ ആകെ പേടിക്കുന്നുണ്ട്, ഇനി ഇവൻ എന്തിനായിരിക്കോ വന്നേ, ഇനി എന്നെ ഉപദ്രവിക്കാൻ വന്നതായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുമ്പോൾ മാർക്കോ ചോദിക്കുന്നുണ്ട്, എന്താടാ പ്രതാപ, നീ എന്നെ കണ്ടിട്ട് പേടിച്ചു പോയോ, എന്തായാലും നീ ഒന്ന് പേടിക്കണം, നല്ലതാ, നിന്റെ മരുമോനില്ലേ ആ ഉണ്ണി, അവൻ മഹാലക്ഷ്മിയെ ഒരുപാട് അനാവശ്യം പറഞ്ഞു എന്നൊക്കെ ഞാൻ അറിഞ്ഞു, ഇനി അവൻ മഹാലക്ഷ്മിയുടെ ഓഫീസിലേക്കോ കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്കോ എങ്ങോട്ടെങ്കിലും ചെന്നിട്ടുണ്ടെങ്കിൽ ഇനി ചോര പൊടിയണത് അവൻ്റെയും അവൻ്റെ ഭാര്യയുടെയും ദേഹത്തുനിന്നായിരിക്കും, അതൊന്നും നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നേന്ന്. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, അതൊന്നും ഞാൻ പറഞ്ഞിട്ടല്ല മാർക്കോ എന്ന് പറയുമ്പോൾ, നീ പറഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിലും ഇനി അവൻ മഹാലക്ഷ്മിയുടെ മുമ്പിൽ പോലും പോകാൻ പാടില്ല, മഹാലക്ഷ്മിയുടെ ഓഫീസിൽ സ്വാതന്ത്ര്യമായിട്ട് നടക്കണം, അതിന് തടസ്സമായിട്ട് അവൻ ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ്റെ അവസ്ഥ നിൻ്റെ അവസ്ഥേനേക്കാളും ഭയങ്കരമായിരിക്കുമെന്ന്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അതിന് അവനിങ്ങോട്ട് വന്നിട്ട് പോലും ഇല്ല മാർക്കോ മോനെ, അവൻ ഇനി വരട്ടെ, ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാന്ന്, മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാമെന്നും പറഞ്ഞുകൊണ്ട് മാർക്കോ അങ്ങോട്ട് പോകുന്നുണ്ട്. മാർക്കോ പോയി കഴിഞ്ഞതും പ്രതാപൻ്റെ അമ്മ പ്രതാപനോട് പറയുന്നുണ്ട്, എന്താടാ പ്രതാപ, അവനിപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പം, അവനെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്ന് മഹാലക്ഷ്മി പിരിച്ചു വിട്ടല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ അവൻ ഫൈനാൻസിൽ ജോലിക്ക് വേണ്ടി ചെന്നതായിരിക്കും, അതായിരിക്കും ഇപ്പോൾ പ്രശ്നമായേക്കണേ, എന്തായാലും അവന് 2 തല്ല് കിട്ടണത് അത്യാവശ്യമാണ് പ്രതാപ എന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, അത് അമ്മ പറഞ്ഞത് നേരാ, എന്തായാലും നമ്മുടെ മോക്കും അവനക്കും വേണ്ടിയല്ലേ നമ്മളിതൊക്കെ ചെയ്തത്, ഇപ്പം ഞാൻ തല്ലുകൊണ്ട് ഇവിടെ കിടക്കണതും അവനക്കൊക്കെ വേണ്ടിയാ, എന്നിട്ട് അവൻ നമ്മളിവിടെ വന്ന് കിടന്നിട്ട് ഇത്ര ദിവസമായില്ലേ, ഒന്ന് നമ്മളെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്തു. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അവനക്ക് 2 തല്ല് കിട്ടട്ടേടാ, മാർക്കോയുടെ കയ്യിൽ നിന്ന് 4 കിട്ടിക്കഴിയുമ്പോൾ അവൻ മര്യാദയായിക്കോളുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനാണെങ്കിൽ തോമസ് ഡോക്ടറുടെ ആസ്പത്രിയിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, കണ്ണേട്ട അങ്ങോട്ട് പോണതൊക്കെ കൊള്ളാം, സൂക്ഷിച്ച് വേണോട്ടോ പോകാൻ എന്ന് പറയുമ്പോൾ, അതൊന്നും ഓർത്ത് താൻ പേടിക്കണ്ട, എന്തായാലും ഞാൻ നടക്കണ കാര്യം ആ പ്രതാപനെ അറിയില്ല, ആ പ്രതാപനെ ഒന്നും കൂടി ഒന്ന് കൈകാര്യം ചെയ്തിട്ട് വരാം, ഇപ്പോഴും അയാളുടെ മനസ്സിൽ തന്നെയും എൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കണം എന്നുള്ള ചിന്ത, ആ ചിന്തയ്ക്കൊരു അവസാനം ഉണ്ടാക്കണം, എന്തായാലും ഞാനൊന്ന് പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് കണ്ണനാണെങ്കിൽ തോമസ് ഡോക്ടറുടെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപനാണെങ്കിൽ
റൂമിലിരുന്ന് ചൂടെടുത്തിട്ട് പ്രതാപൻ്റെ അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ ഈ മുറിയിലിരുന്ന് എനിക്ക് തലക്ക് ഭ്രാന്ത് പിടിച്ചു തുടങ്ങി, ഞാനൊന്ന് പുറത്തേക്കിടയ്ക്ക് ഇറങ്ങി കാറ്റ് കൊണ്ടിട്ട് വരാമെന്ന്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ഇപ്പം എന്തിനാടാ പുറത്തേക്ക് പോണേ, എനിക്കെങ്ങും പറ്റില്ല നിൻ്റെ കൂടെ വരാൻ, നീ ഒറ്റയ്ക്ക് പോകുമെന്ന് പറയുമ്പം അമ്മ എൻ്റെ കൂടെ ഒന്നും വരില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പ്രതാപനാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ നടക്കുന്നുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് തന്നെ പ്രതാപനെ ആരോ പുറകിൽ നിന്ന് വന്ന് ചവിട്ടുന്നുണ്ട് കേട്ടോ. ആ ചവിട്ടിൽ പ്രതാപൻ കമഴ്ന്നടിച്ച് വീഴുന്നുണ്ട്. പിന്നീട് പ്രതാപൻ തല ഉയർത്തി നോക്കുന്നതും ഒരാളിങ്ങനെ പുറംതിരിഞ്ഞ് നിൽക്കുന്നതാണ് കാണുന്നത്. സമയത്ത് പ്രതാപൻ വിചാരിക്കുന്നത് അത് മാർക്കോയാണ്. പക്ഷേ ശരിക്കും അത് മാർക്കോയല്ല, കണ്ണനാണെന്നൊന്നും ഈ പ്രതാപന് തോന്നണില്ല. അങ്ങനെ ഇവൻ വീണ്ടും എന്നെ ഉപദ്രവിക്കാൻ വന്നോന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് പേടിച്ച് ഇങ്ങനെ കിടക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി നമുക്ക് അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.